ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മെന്തവായ് ദ്വീപസമൂഹം, അതിലെ സിബറൂത്ത് ഐലൻഡ്. ഏകദേശം 2000 വർഷത്തിനു മേലെ പാരമ്പര്യമുള്ള ഒരു ട്രൈബൽ വിഭാഗം ഈ കാട്ടിൽ ആധുനിക ലോകത്തിൽ നിന്നെല്ലാം വിട്ട് കാട്ടിൽ വേട്ടയാടിയും വനവിഭവങ്ങൾ ശേഖരിച്ചും കാടിൻ്റെ സ്വന്തം മക്കളായി ഇവിടെ കഴിഞ്ഞു പോകുന്നു. അവരുടെ അടുത്തേക്ക്, അവരുടെ കൂടെ താമസിക്കാൻ നമ്മൾ കാട്ടിലേക്കൊരു യാത്ര പോവുകയാണ്. കുതിച്ചു കലങ്ങി ഒഴുകുന്ന ഈ ഒരു പുഴയിലൂടെ ചെറുതോണിയിൽ മണിക്കൂറുകളോളം സഞ്ചരിച്ച് ഉൾവനത്തിലേക്ക് എത്തിച്ചേരണം. അവിടെ നിന്നും ചതുപ്പ് നിറഞ്ഞ ഉൾക്കാട്ടിലൂടെ നടന്ന് അവരുടെ താമസ സ്ഥലത്തേക്ക് എത്തിച്ചേരണം. നിങ്ങളും റെഡിയല്ലേ നമ്മളുടെ ഇന്നത്തെ യാത്രയ്ക്ക്? വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണിത്. ഇതുപോലുള്ള ഒരു പുഴയെ കൂടിയൊക്കെ ഇങ്ങനെ ബോട്ടിലൊക്കെ പോയി കാട്ടിലുള്ള ആളുകളുടെ കൂടെയൊക്കെ താമസിക്കണം എന്നുള്ള ആ കാര്യമേ. എന്തായാലും നമ്മൾ ഇന്ന് അത് സാധിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഒറ്റത്തടിയിലുണ്ടാക്കുന്ന തോണിക്കുണ്ടല്ലോ, പൊംപോങ് എന്നാണ്, പൊംപോങ് ഓക്കെ എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഓക്കെ, ദിസ് വൺ വലിയ നീളമുള്ള ഒരെണ്ണമുണ്ട്. ഓക്കെ ഓക്കെ, 50 HP 20. ഓക്കെ, അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് ആ വലിയ പവറുള്ള മോട്ടർ വെച്ചേക്കുന്നതിൻ്റെ അകത്താണ്. നമുക്ക് പോകാനുള്ള തോണിയാണ് ഇതാ ഇവരിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ കാലൊക്കെ വെക്കാനും പിന്നെ അതുകൂടാതെ ലഗേജൊക്കെ ഇതുകൊണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കുറച്ചധികം ദിവസങ്ങൾ നമ്മളവിടെ ഉള്ളല്ലേ. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. വെള്ളമെല്ലാം ക്യാരി ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെല്ലാം ഈ ഒരു തോണിയിൽ വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ പാർട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇത് അവിടെ വെച്ചേക്കുന്ന പലകയില്ലേ, ആ പലകയിൽ നമ്മൾ കുത്തിയിരിക്കുകയാണ് കേട്ടോ വേണ്ടത്. യെസ്, ഓക്കെ. എനിക്ക് ഇവിടെയാണ് കേട്ടോ, നമ്മളെല്ലാം നിലത്തോട് ചേർന്നിട്ടുള്ള സെറ്റപ്പാണ്. ഇനി അങ്ങോട്ട് ഇരുന്നു. ഹായ്, ഈ സാധനത്തിനുണ്ടല്ലോ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം അവർ പോകുമ്പോൾ തന്നെ വെള്ളമൊക്കെ തെറിക്കുന്നത് കണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ആ ഒരു പുഴയോട് ചേർന്ന് ഏറ്റവും അടുത്ത് കോണ്ടാക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ വേറെ റിസ്ക്കി ആയിട്ടുള്ള കാര്യം, ഫോണെങ്ങാനും വീട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, ഒന്നും നോക്കണ്ട. കാരണം കിട്ടത്തില്ല തിരിച്ച്. ആ ഒരു അവസ്ഥയാണ്. ഈ ചെളി വെള്ളമാണ്, കണ്ടുപിടിക്കലൊന്നും നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കലങ്ങി ഒഴുകി വരുന്ന ആ ഒരു പുഴയിലൂടെ കുതിച്ച് പാഞ്ഞ് തുടങ്ങി കേട്ടോ. ആ വെള്ളമൊക്കെ രണ്ട് വശത്തു നിന്നും ഇങ്ങോട്ടേക്ക് തട്ടിത്തെറിക്കുന്നുണ്ട്. നമ്മളെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് മുമ്പിൽ ഈ കറുത്ത ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഹേരുവാണ് കേട്ടോ. ഹേരു മെന്തവായ്ക്കാരൻ തന്നെയാണ്. നമ്മളുടെ കൂടാതെ ഒരു ഫ്രാൻസുകാരിയും 2 ബെൽജിയംകാരും കൂടിയുണ്ട്. കാടിനുള്ളിലുള്ള ചെറു ഗ്രാമങ്ങളെ കണക്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ചെറിയ തോണികളാണ്. ഇതിൽ മോട്ടോർ പിടിപ്പിച്ച് ഈ തോണിയും കൊണ്ടാണ് ഇവർ പെട്ടെന്ന് എത്തിപ്പെടാൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഒരു മഴക്കാലം വേനൽക്കാലം അങ്ങനെ പറഞ്ഞിട്ടൊരു കാലമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, എപ്പോൾ വേണമെങ്കിലും വെയിൽ വരാം, അങ്ങനെ ഒരു സാധനമാണ്. പിന്നെയും അത്യാവശ്യം ഈ ഒരു ഡിസംബർ ടൈമൊക്കെ, ഡിസംബർ ജനുവരി ടൈം കുറച്ചും കൂടി മഴ കൂടുതലുള്ളൊരു ടൈമാണ്. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നടന്ന് കാട്ടിലേക്ക് പോകാമെന്നുള്ളൊരു ഓപ്ഷനെ വെള്ളം ഒട്ടുമില്ലാത്ത സമയത്തുള്ള പണ്ട് കാലങ്ങളിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നു തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഈ ഒരു യന്ത്രവും കാര്യങ്ങളൊക്കെ വന്നത്. റിട്ടേൺ വരുന്ന സമയത്ത് ഇതുപോലുള്ള തോണികൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒഴുക്കിനെതിരെ തുഴയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പുഴ ഒരിക്കലും സ്ട്രെയിറ്റ് അല്ല, വളഞ്ഞ് എന്താ പറയുക, പാമ്പ് പോകുന്ന പോലാണ് കേട്ടോ ഈ ഒരു പുഴയും പോകുന്നത്. ഇതുകൊണ്ട് അടുത്ത ടേണിൽ നമ്മളെത്തി. പിന്നെ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ പേരെന്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ, റേറേക്കറ്റ്, അങ്ങനെയാണ് കേട്ടോ ഈ ഒരു നദിയുടെ പേര് വരുന്നത്. ഈ ഒരു നദിയിലൂടെ ബോട്ട് ഓടിച്ച് കൊണ്ടുപോകാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. വളവൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ മരത്തടികൾ ഒഴുകി വരുന്നുണ്ട്. അതിനെയൊക്കെ വെട്ടിച്ച് മാറ്റിയെടുത്ത് അതിവിദഗ്ധമായിട്ടാണ് നമ്മളുടെ ബോട്ട് ഡ്രൈവർ ഈ ഒരു ബോട്ടിനെ കുതിച്ച് പായിക്കുന്നത്. മേലെ നല്ല രീതിയിൽ കാർമേഘം മൂടി നിൽക്കുന്നുണ്ട്. വലിയൊരു മഴ വന്നിട്ടുണ്ട്, അതും നമുക്ക് വലിയൊരു പ്രശ്നമായി മാറും. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ പുഴയുടെ സൈഡിൽ കൂടിയൊക്കെ കുറേ ഇത് കണ്ടോ നിങ്ങൾ, തെങ്ങ്, അതുപോലെ തന്നെ നമ്മളുടെ വാഴയും ഇഷ്ടം പോലെ കാണുന്നില്ലേ. നമ്മൾ വിചാരിക്കും ഇത് കൃഷിയാണെന്ന്, പക്ഷെ കൃഷിയൊന്നുമല്ല കേട്ടോ. ഈ കാണുന്നതൊക്കെ കാട്ടിൽ വളരുന്ന ടൈപ്പ്, ആ രീതിയിൽ വളർന്നേക്കുന്നതാണ്. അതായത് ഇവിടെയുള്ള എല്ലാവർക്കും, ഇതിന് ഇന്ന ആളുകളൊന്നുമില്ല, കാട്ടിൽ വരുന്ന ആർക്കും ഇതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ കാണുന്ന നമ്മളുടെ കവുങ്ങും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ചിലതൊക്കെ ഇവർ വരുന്നവർ ചിലപ്പോൾ മാറ്റിയൊക്കെ നട്ടു വെക്കുമായിരിക്കും. എന്നാലും ഇത് ഈ ഒരു ദ്വീപിലുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ഉണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ കാട്ടിൽ നിന്നും വെട്ടിയിട്ടുള്ള തടി, അത് വലിച്ചു കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ട ആ തടിയില്ലേ, അത് സാഗു എന്ന് പറയുന്ന മരമാണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
പൂക്കളൊക്കെ ഇവർ പൂവൊക്കെ കൊത്തി ഉണ്ടാക്കും, അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ കാട്ടിൽ നിന്നും അത് കളക്ട് ചെയ്ത് ഇത് ഉണ്ടാക്കുന്ന ആളുകളിലേക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ജോലികളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത്. മെത്തിൽഡയും മാർട്ടിനും പോളിനും അവരാണ് നമ്മളുടെ കൂടെയുള്ള മറ്റ് സന്തത സഹചാരികൾ. മുകളിലെ കാടിലുണ്ടല്ലോ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേലെ നിന്നും ചപ്പും ചവറും പിന്നെ നല്ലോണം കലങ്ങി വെള്ളമൊക്കെ താഴോട്ടേക്ക് ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ആകാശം ഇരുണ്ടു മൂടി സെറ്റായിട്ടുണ്ട്. മഴ വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ റെയിൻകോട്ടൊക്കെ ബാഗിലിരിക്കുക. ഇവിടെ എത്തിയപ്പോണ്ടല്ലോ പുഴ രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ഇവിടെ നിന്നും അതുപോലെ തന്നെ ഇവിടെ നിന്നും പുഴയുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കയറുന്നത്. നിങ്ങളെ അവിടെ ഒരു പച്ചപ്പും അതുപോലെ തന്നെ വെള്ള കളറുമായ ചെടികൾക്ക് കാണുന്നുണ്ടോ? അത് ചെളി കയറി നിൽക്കുന്ന ഭാഗങ്ങളായിരുന്നു. അതായത് അത്രയും ഹൈറ്റിൽ ഒഴുകിയിരുന്ന വെള്ളമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രത്തോളം താന്നേക്കുന്നതാണ് കേട്ടോ. പിന്നെ മറ്റേ ഒരു പുഴയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ഇതുണ്ടെങ്കിൽ തെളിഞ്ഞ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ ഒഴുക്കൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പുഴയാണിത്. ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ പുഴയുടെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞ് വീടുകൾ കാണാം. അത് ആളുകൾ താമസിക്കുന്ന വീടല്ല, ഇതുപോലെ മരമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഈ കാട്ടുവിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ വരുമ്പം പണിക്കായിട്ട് വരുന്ന സമയത്ത് താമസിക്കുന്ന കുഞ്ഞു കുഞ്ഞു സെറ്റപ്പുകളാണ് കേട്ടോ. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും പുഴയുടെ വീതിയൊക്കെ കണ്ടങ്ങൾ നല്ല രീതിക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വീടുകളുണ്ട് കേട്ടോ. കണ്ടങ്ങൾ അത് വീടാണ്. ഇവിടെ ആ ഒരു മരം ഒരുപാട് മുറിച്ചിട്ടിട്ടുണ്ട്. കണ്ടിട്ട് പന പോലെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പന തന്നെയാണോ? പനയ്ക്കായിരിക്കും ചിലപ്പം സാഗു എന്ന് പറയുന്നത്. ഇതൊന്നും മൊത്തം താഴെ എത്തിക്കാനുള്ളതാണല്ലോ. ഇതുപോലെ ഉണ്ടല്ലോ പുഴയെ ഉപയോഗിച്ച് മരം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഞങ്ങളുടെ വയത്തൂരിൽ നിന്നും ആ ഒരു പുഴ നേരെ ഒഴുകി ചെല്ലുന്നത്, വയത്തൂർ പുഴ അത് ചെല്ലുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളപട്ടണത്തേക്കാണ്. അപ്പോൾ ഈ വളപട്ടണത്ത് ഒരുപാട് ഈ തടിയുടെ മില്ലുകളുണ്ട്, പിന്നെ പ്ലൈവുഡ് ഫാക്ടറികളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ അവിടെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന ഭാഗങ്ങളാണ്. ഒരുപാട് കാടുണ്ട്. അപ്പം കേരളത്തിൻ്റെയും ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന വെട്ടുന്ന തടിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതുപോലെ വലിയ ചങ്ങാടം പോലെ കെട്ടി ഉണ്ടാക്കും. എന്നിട്ട് മഴക്കാലം ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എന്നിട്ട് മഴക്കാലം ആകുന്ന സമയത്ത് ഇതൊക്കെ കൊണ്ട് ആളുകൾ അത് കൊണ്ടുപോകുന്ന പ്രത്യേക ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ ഈ ഫുഡെല്ലാം ഇതിൻ്റെ പൊക്കത്ത് ക്യാരി ചെയ്ത് ഇതും കൊണ്ട് തുഴഞ്ഞ് അങ്ങ് താഴെ വളപട്ടണത്തിൽ ചെന്ന് എത്തിക്കും കേട്ടോ. അങ്ങനെ ഒരു സംഭവം എനിക്കിപ്പോൾ ഇതാ ഓർമ്മ വരുന്നു. ആ ഒരു കഥ ഞാൻ ഓർത്തിരിക്കുന്ന സമയത്ത് ഇതാ നമ്മളുടെ ഏകദേശം ആ ഒരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ. നമ്മുടെ വില്ലേജിലേക്ക് ഇല്ല കേട്ടോ. ഈ ഉള്ളിൽ കൂടി വീണ്ടും പോകാം. വെള്ളത്തിൽ പോകലോ. ഇതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ലെവല് വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് പല ഭാഗങ്ങളിലേക്കും ചെറിയ തോടുകളായിട്ട് ഇത് തിരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വീടുകളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ബാമ്പൂൻ്റെ ഈ ഒരു വെള്ള കളർ കാണുന്ന ഹൈറ്റ് വരെ വെള്ളം വന്നതാണ് കേട്ടോ. അത്രയ്ക്ക് മഴ പെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഇതെല്ലാം തളർന്നു കിടക്കുന്നത് വെള്ളം കയറിയിട്ട്. ഇനിയിപ്പം ഇതുവഴിയാണ് നമ്മൾ ആ ഒരു ഗ്രാമത്തിലേക്ക് കണക്റ്റ് ആവുന്നത്. ഇത് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി കോഫി പോലെ കോഫിയുടെ കളറായി. യെസ്, ഇല്ല, നമ്മളങ്ങനെ നമ്മളുടെ കടവിലേക്ക് അടുത്തു. അവിടെയായിട്ട് കുറച്ചധികം വീടുകളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ. എല്ലാം ഓല മേഞ്ഞ ടൈപ്പ് വീടുകളാണ്. നമ്മളുടെ ഈ ഒരു ടൈപ്പ് തോണികൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് വലതുകാല് വെച്ചിട്ട് ഇറങ്ങാം. യെസ്, അങ്ങനെ നമ്മളുടെ ഈ ഒരു സ്ഥലത്തേക്ക് കാല് വെച്ച് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ശരിക്കും അപ്പോഴത്തേക്കുണ്ടല്ലോ ഈ ഗ്രാമത്തിലുള്ള ഓൾമോസ്റ്റ് ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ. സൂക്ഷ്യം കണ്ടും വേണം ചവിട്ടി നടക്കാൻ വേണ്ടിയിട്ട് തെന്നാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മൾ വന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ചെറിയ രീതിയിൽ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് തൂളുന്നേ ഉള്ളേ.
ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട്. So from here we will walk like 3 kilometers, usually 1 hour and a half. Okay, 1.5 മണിക്കൂർ നമുക്ക് നടക്കാനുണ്ട്. Don't need rush. Slowly. Yeah, but surely. Okay. തെന്നി വീഴാൻ പാടില്ല. നമ്മളിപ്പോൾ കയറി വരുമ്പോൾ കണ്ട ചെളിയില്ല, അതുപോലെയുണ്ട്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഒരു 1.5 മണിക്കൂർ, 1.25 മണിക്കൂർ നമുക്ക് നടക്കാനുണ്ട്. ഇനി നമ്മൾ നടക്കേണ്ട എക്സാക്റ്റ് വഴിയുണ്ട്. നിങ്ങളിതാ ഇതുപോലെ സൂക്ഷിച്ചും കണ്ടും നടന്നില്ലെങ്കിൽ വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, ഇവർ നടന്ന അതേ പാടിൽ ചവിട്ടിയിട്ട് പോവാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. വെറുതെ അല്ല ഗംബൂട്ടൊക്കെ തന്നത്. ഇത്രയ്ക്ക് ചെളി ഉണ്ടാവും എന്നുള്ളത് ഞാനും കരുതിയില്ല. ശരിക്കും ഇത്രയും ചെളിവില്ലെങ്കിൽ, ഗംബൂട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൽ നടക്കൽ വൻ റിസ്കി ആകും. അത്യാവശ്യം നല്ല മോശം വഴിയാണ്. മരത്തിൻ്റെ തടി കൂടി ഇങ്ങനെയൊക്കെ വിലങ്ങനെയൊക്കെ ചവിട്ടിയിട്ട് വേണം ഈ ഒരു ചെളിയിൽ ചവിട്ടാതെ പോകാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് ഞാൻ നടക്കുന്നത്. അവിടെ ഒരാളെ കണ്ട ഞങ്ങൾ ചെളി ചവിട്ടാതെ ആ മരത്തിൻ്റെ അതേ പിടിച്ച് ബാലൻസ് ചെയ്ത് നടക്കുന്നത്. ഇതുവരെ നടന്നപ്പോൾ ഉണ്ടല്ലോ ഒരു കാര്യം മനസ്സിലായി, മഡ് തന്നെയാണ് മരത്തിനേക്കാളും ബെറ്റർ. അതുകൊണ്ട് ചെളിയിൽ ചാവിട്ടി അങ്ങോട്ട് പോവാം. ഇതും നമ്മളുടെ ഈ ഒരു യാത്രയുടെ അഡ്വഞ്ചറാണ് കേട്ടോ. ഇതുപോലുള്ള മടി വഴികളിലൂടെ കഷ്ടപ്പെട്ട് കാലൊക്കെ താന്നു പോയി നടന്ന് അപ്പുറം എത്തുക. എൻ്റെ കാലങ്ങനെയുള്ള കേട്ടോ. ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇതിപ്പോൾ ഇത്രയധികം മഴ പെയ്തുകൊണ്ടാണ് ഇത്ര ചെളിക്കുളമായത്. ഇത്ര ഹെവി വരില്ല. പിന്നെ ആ പുള്ളിക്കാരനെ ഇതുകൊണ്ട് ആ ഒരു വെള്ളം ക്യാരി ചെയ്ത് കൊണ്ടുവന്ന സാധനം കണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടല്ലോ അവർ നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്ക് അത് കൊത്തുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലോ എനിക്കും കിട്ടി ഒരു സ്റ്റിക്ക്. ഇനിയിപ്പം യാത്ര കുറച്ചും കൂടി ബാലൻസ് ചെയ്താകും. ഒരു കയ്യിൽ സ്റ്റിക്ക്, മറ്റേ കയ്യിൽ ക്യാമറ, ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ പരിപാടിയെ. അത്യാവശ്യം റിസ്ക്കിയാണ്. ഇപ്പോഴാണ് കേട്ടോ ഇതിൽ നടക്കുന്നതിൻ്റെ ഒരു ടെക്നിക്ക് പിടികിട്ടിയത്. ഇവരുണ്ടല്ലോ ചെറിയ കൊമ്പുകൾ ഇങ്ങനെ മുറിച്ചിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൊമ്പിൽ നമ്മൾ കാലിങ്ങനെ നേരെ വെക്കുന്നതിന് പകരം പെടഞ്ഞതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ വീഴാതെ അങ്ങോട്ടേക്ക് എത്തും. അല്ലെങ്കിൽ നമ്മൾ ചെളിയിൽ താന്ന് പോകും. കണ്ടില്ലേ, അതുപോലെ താഴും. നമ്മുടെ തഴയില്ലേ, പായ ഉണ്ടാക്കുന്ന തഴ, ആ സാധനമാണ് കേട്ടോ ഇവിടെ അധികം ഉള്ളത്. അത് അത്യാവശ്യം നല്ല വെള്ളമുള്ള സ്ഥലങ്ങളിലുണ്ടാകുന്ന ടൈപ്പ് ചെടിയല്ലേ. ആ ഒരു സൈഡിലുണ്ടല്ലോ, അവിടെ കണ്ടെങ്കിൽ വലിയൊരു കുഴിയുണ്ട് ചെളിയുള്ളത്. അപ്പോൾ ഹെയരും അതിൻ്റെ അകത്ത് വീണ്. അപ്പോൾ ഇനിയിപ്പം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ അതുണ്ട്, വലിയ സിങ്കിങ്ങാണ്. അവിടെ അവർ കൊമ്പ് കുത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ കാല് തന്നെ പോയതുണ്ട്. അയ്യോ, അത്യാവശ്യം നല്ല ടാസ്ക്കാണ് കേട്ടോ. ഞാൻ 3 കിലോമീറ്റർ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് നമ്മൾ 3 കിലോമീറ്റർ പെട്ടെന്ന് നടന്നെത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം നമ്മളൊരു ഒരു 1 കിലോമീറ്റർ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ശരിക്കും ഉണ്ടല്ലോ, ഇതുപോലെ നമ്മളൊരു ഒരാഴ്ചയൊക്കെ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 5 കിലോ ഒക്കെ നമ്മുടെ പെട്ടെന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. കാരണം കൈക്കും കാലിനും മനസ്സിനും ഒക്കെ നല്ല അധ്വാനമുണ്ട്. മണ്ണിൽ ഈ കാല് താന്നു പോയിട്ടേ അത് വലിച്ചൂരി എടുക്കാനൊരു പാടുണ്ട്. എന്ത് നല്ല പാടാണെന്നറിയാമോ. അത് നമ്മൾ കാലിന് വേറെന്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സെറ്റാവാത്ത രീതിയിലുള്ള വർക്കൗട്ടാണ്. എൻ്റെ പൊന്ന്. പിന്നെ ഞാനേ വേറൊരു മണ്ടത്തരം കാണിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊസ്കിറ്റോ ഒന്നും കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമില്ലേ, അപ്പോൾ അതൊരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വേർഷൻ, നമ്മുടെ നാട്ടിലെ ഉടമസിലല്ല. പക്ഷേ അത് തേക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇപ്പം ഇതിലേ നടക്കുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ കാലയിൽ കടിക്കുന്നൊക്കെയുണ്ട്. പക്ഷേങ്കിൽ കൈയെടുക്കാൻ പറ്റത്തില്ലല്ലോ, ചൊറിയാൻ പറ്റത്തില്ലല്ലോ.
കുച്ചു കുച്ചു ഹോത്താ ഹേ. ഈ കുച്ചു കുച്ചു ഹോത്താ ഹേ പാട്ടുണ്ടല്ലോ എല്ലായിടത്തും വൻ ഹിറ്റാണ്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ലിറിക്സ് അറിയില്ലെങ്കിലും ഏകദേശം ട്യൂൺ എല്ലാവർക്കും അറിയാം കേട്ടോ. ഇതാണ് കേട്ടോ അലക്സ്. മെന്തവായിക്കാരൻ തന്നെയാണ്. കാട്ടിൽ നിന്നൊക്കെ ഇപ്പം നാട്ടിലേക്ക് താമസം മാറ്റിയ ആളാണ്. നിങ്ങളുണ്ടല്ലോ അത് ആ ഒരു ഭാഗമുണ്ട്, അവിടെയെല്ലാം എന്താ അത്രയും താഴ്ചയുണ്ട് കേട്ടോ ചെളിക്ക്. എൻ്റെ പൊന്നെ ഒന്ന് കാലി കയറ്റിട്ടുണ്ട് നമ്മൾ അത്രയും താഴ്ന്ന് താഴോട്ടേക്ക് പോവും. സൂക്ഷ്യം കണ്ട് നടക്കണം. കുഴപ്പമൊന്നുമില്ല, വെള്ളമാണ്. പിന്നെ ചെന്നിട്ട് കുളിക്കൊക്കെ വേണ്ടേ. ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ആ ഒരു പോർഷൻ അത്യാവശ്യം റിസ്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാലൊന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കൂടി എന്തോ നല്ല ആഴത്തിലുള്ള ചെളിയാണ്, മുട്ടിനേക്കാളും താഴെയുണ്ട്. അവ സൂക്ഷിച്ചും കണ്ട് നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ അമ്മച്ചേ എൻ്റെ കൊണ്ടോ നോ വീഴുന്ന ആൾക്കാർക്ക് വെച്ചിട്ട് ഓരോ പോയിന്റ് വെച്ച് കൊടുക്കും. അങ്ങനെ ഏറ്റവും അവസാനം എത്തുമ്പോൾ ഏറ്റവും കുറവ് പോയിന്റുള്ള ആളാരാണ് അവർ ജയിക്കും. അതാണ് ഇവിടെ ഇപ്പോൾ ഉള്ള കളിയെ. കണ്ടങ്ങൾ ഇതാണ് ആ ഒരു ഡേഞ്ചർ ഏരിയ. കണ്ടങ്ങൾ ഇതുണ്ടോ എത്ര താഴത്തിൽ പോകുന്നതെന്ന് കണ്ടോ, ഇങ്ങനെ പോവും. അപ്പോൾ വാ നമുക്കിനി കിടക്കാം. നമ്മളൊരു ടീമാണ്. ഞാൻ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോയിന്റ് നഷ്ടമാകും, ഉള്ള കാര്യം പറയാമല്ലോ. അതുകൊണ്ട് ഞാൻ വീഴാതെ ഇരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഇല്ല എൻ്റെ പോന്നെ രക്ഷപ്പെട്ടു. യെസ്, ഇവിടെ എത്തിയപ്പോഴത്തേക്കും സാധനം കുറച്ചും കൂടി മാറിയേ. അതായത് രണ്ട് കൊമ്പ് ഇതങ്ങനെ അടിയിലിട്ടിട്ടുണ്ട്. അപ്പം അത് ഇവിടെയൊന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അതിൻ്റെ അകത്ത് ചവിട്ടാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ താന്നു പോകാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആ ചെളിയിലേക്ക് താന്നു പോകും കേട്ടോ. നൈസല്ലേ. നമ്മളെ നടന്ന് കുറച്ചുകൂടി എത്തിയപ്പോഴത്തേക്കും ഈ ഒരു കാട്ടിലെ ഏറ്റവും ഉയരത്തിലുള്ള ടൈപ്പ് ആ ഒരു മരങ്ങളുടെ താഴെ എത്തിയേ. മൈച്ചെമി എന്നാണ് ഈ ഒരു മരങ്ങളുടെ പേര്. അതായത് മെന്തവായിലുള്ള ഇതിൻ്റെ പേര് അങ്ങനെയാണ്. ശരിക്കും ഉണ്ടല്ലോ ഇവർ വീടുണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കയറി വന്ന ബോട്ടില്ലേ, ആ ബോട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മരമാണ് കേട്ടോ യൂസ് ചെയ്യുക, മൈച്ചെമി. ശരിക്കും നമ്മുടെ തേക്കില്ലേ, തേക്കിൻ്റെ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള തടിയാണ് ഇതിനുള്ളതെന്നാണ് കേട്ടോ പറഞ്ഞത്. അതിൻ്റെ തൊലിയൊക്കെ കാണാൻ ഏകദേശം തേക്കിൻ്റെയൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ചെറിയ ഇതുപോലുള്ള കുഞ്ഞരുവികൾ ഇതിൻ്റെ ഇതിൽ ഒഴുകുന്നുണ്ട്, തോടുകൾ. അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മരങ്ങളിട്ടാണ് പാലം ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടെ എല്ലാം വെള്ളം നല്ല രീതിക്ക് കയറി മുങ്ങിക്കിടന്നതാണ്. ഇപ്പോൾ ഒന്ന് ക്ലീൻ ആയതേ ഉള്ളൂ. ലാസ്റ്റ് വീക്കായിരുന്നു ഇത്രയും വെള്ളം കയറിയതെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും നമ്മളെന്തോ ഭാഗ്യത്തിന് ഒരു വീക്ക് കഴിഞ്ഞാണ് ഇപ്പുറം എത്തിയത്. ഇല്ലായിരുന്നെങ്കിൽ ആ വെള്ളം നമുക്കും കാണാൻ പറ്റിയാനെ. പിന്നെ അങ്ങനെ വലിയ ഭാഗ്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മഴ എപ്പോൾ പെയ്യുന്നു അപ്പം ഇതുപോലെ തന്നെ വെള്ളം കയറും. അപ്പം മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഉണ്ടല്ലോ തെഗേലു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്. തെഗേലു, ഓക്കെ, അങ്ങനെ ഒരു ഫ്രൂട്ട് നമ്മൾ കണ്ടേ. സോൾ, ഓക്കെ, ഇത് കഴിക്കാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം വിശപ്പും വന്നിട്ട്. ഓ, ദിസ് വൺ, ഓക്കെ, നമ്മുടെ കൊടംപുളി പോലെയൊക്കെ. നൈസ്. സോർ, നമ്മുടെ കൊടംപുളിയുടെ ഉള്ളിലുള്ള പോലത്തെ ആ ഒരു കുരുവില്ലേ, അതുപോലത്തെ കുരുവാണ് കേട്ടോ. ഫൈനലി ഉണ്ടല്ലോ നടന്ന് നമ്മളിതാ അങ്ങ് ദൂരെയായിട്ട് ഒരു വീടിൻ്റെ മേൽക്കൂര കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മളുടെ ലക്ഷ്യസ്ഥാനം കേട്ടോ. അവിടേക്കാണ് നമ്മൾ നടന്നെടുക്കേണ്ടത്. ശരിക്കും മെന്തവായി ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു കാടിന് നടുക്കുള്ള ഒരു വീട്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ ആയിരിക്കണം താമസമുണ്ടാവുക. ഇതിൻ്റെ മുമ്പിൽ കൂടി ഉണ്ടല്ലോ എന്താ ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. ആ തോടിന് ക്രോസ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഇത് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നടന്ന് നമ്മളിത് എത്തുന്നത് ആ ഒരു വീടിൻ്റെ മുൻപിലേക്കാണ് കേട്ടോ. നൈസ്. എന്തോ ഭാഗ്യത്തിന് എന്തായാലും മഴ പെയ്തിട്ടില്ല, അത് വലിയൊരു കാര്യമായി. അതുകൊണ്ട് നമ്മൾ നനയാതെ ഇവിടം വരെ എത്തി. കുറച്ചധികം കഷ്ടപ്പെട്ടു നടന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ. നമുക്ക് ശീലമില്ലാത്തൊരു പരിപാടിയാണല്ലോ, ഇനി ശീലമായിക്കോളും. അങ്ങനെ യെസ്, ഫൈനലി ഇതാ ഇതിൻ്റെ മേലോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. അതുണ്ടെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയേക്കുന്ന സ്റ്റെപ്പാണ്.
നമ്മൾ അവിടെ കണ്ട അവരൊക്കെ ഇല്ല, അവരൊക്കെ നേരത്തെ നടന്ന് ഇവിടെ എത്തി കേട്ടോ. അവർക്ക് റെഗുലറുള്ള പരിപാടി ആയതുകൊണ്ട് ഈ ചെടി കൂടെയൊക്കെ പെട്ടെന്ന് അവർക്ക് നടന്നു പോകാൻ പറ്റും. നമുക്കത് സാധിക്കില്ലല്ലോ. യെസ്, ഇവിടെയുള്ള ഓരോരുത്തരായിട്ട് പരിചയപ്പെടുകയൊക്കെയാണ്. Anelita. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫിഷ് ചെയ്യേണ്ടത്. അനലീത്ത. നമ്മളെല്ലാവരും എന്താ അനലീത്ത. കുറേ അമ്മമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അനലീത്ത അനലീത്ത. പിന്നെ ഇവിടെയുള്ള യങ് ആയിട്ടുള്ള ആളുകൾ. ഹായ്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. നമുക്ക് ആദ്യമേ വീടിൻ്റെ അനേലോയിത്ത നീം ഓക്കെ ബയാപ്പീസ് നീം ബയാപ്പീസ് ഓക്കെ. എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇരുട്ടാണല്ലോ. നമ്മൾ വല്ലാണ്ട് ലേറ്റ് ആയിപ്പോയി. എല്ലാവരെയും പരിചയപ്പെടുകയാണ് കേട്ടോ. അവർ ഫുഡെല്ലാം കഴിക്കുകയാണ്. ഞാനുണ്ടല്ലോ നേരെ വീടിൻ്റെ പുറകോട്ട് വന്നു നോക്കി. ഇവിടെ പന്നിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടിയിൽ കുളിച്ചിട്ട് എങ്ങോട്ട് എത്തിയത്. നമുക്കിനി ഇപ്പം ഒന്ന് അലക്കി തെളിച്ചൊന്ന് കുളിക്കണം. ചെരുപ്പൊക്കെ ഊരി കളഞ്ഞ് അതെല്ലാം അഴിച്ച് വെറും കാലിലാണ് നടക്കുന്നത്. ഇത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ മുങ്ങി കുളിക്കാം. ഇതാ അവിടെ പുഴയുണ്ട് എന്നാണ് പറഞ്ഞത്. അവരൊക്കെ ആദ്യമേ പോയിട്ടുണ്ട്. അതുള്ള വീട്ടിൽ നിന്ന് എന്തോ പണിക്കെന്തോ പോയത്, എന്തോ കളക്ട് ചെയ്യാൻ വേണ്ടി പോയത്, അങ്ങനെയുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ നടന്നു വരുന്നതാണ്. പുറകിലുള്ള ആ ഒരു സാധനം കണ്ട കൊട്ട കണ്ട, ആ ഒരു കൊട്ടയിലാണ് സാധനങ്ങളൊക്കെ. ഹായ്. ആ സാധനങ്ങളൊക്കെ വെക്കണ്ടേ. നമ്മൾ കുളിക്കുന്നത് ഈ ഒരു വെള്ളത്തിലാണ്. ഇന്ന് മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ചെളിയാണ്. പക്ഷേ എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആവുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. അവർ കുളിക്കട്ടെ, അവർ കുളിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ്. മറ്റേ പോളിൻ, അവരുടെ എല്ലാവരുടെ പേരും ഞാൻ എക്സാക്റ്റ് പഠിച്ചു തരുന്നുള്ളൂ. അവർ കുളിച്ചില്ല, അവർ ജസ്റ്റ് കാലൊക്കെ കഴുകിയിട്ട് പോയി. നമ്മുടെ ഫ്രാൻസുകാരി പുള്ളിക്കാരി അവിടെ നിന്ന് കുളിച്ച് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ മാറ്റിയിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം, അതിനുശേഷം ഞാൻ പോയി കുളിക്കാമെന്നുള്ളതേ. ഇനി അടുത്തതേ നമ്മളുടെ ടേണാണ്. ശരിക്കും ഉണ്ടല്ലോ ഒരു ചെറിയ തോടാണ്. ആ തോടിന് ഇവർ ഇതാ ഇങ്ങനെ കെട്ടിയേക്കുക. ഇങ്ങനെ കെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയേക്കുന്നതാണ്. പുള്ളിക്കാരി കുളി കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പം ഈ ഒരു ചെളി വെള്ളത്തിലൊരു കുളിയാകാം. പിന്നെ കാറ്റിലെ വെള്ളമാണ്. വെള്ള കുരങ്ങന്മാരോ അണ്ണാനോ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം മൂത്രം വെച്ചിട്ടുണ്ടാവുള്ളൂ. വേറെ പ്രത്യേകങ്ങളൊന്നുമില്ല. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ഒന്നും നോക്കുന്നില്ല, ഇറങ്ങുക മുങ്ങുക. ചെളി ആകുന്നില്ല, മുട്ടപ്പം മാത്രമേ ഉള്ളൂ. എന്തായാലും ബനിയൻ അലക്കണം. അപ്പം ഇങ്ങനെ തന്നെ മുങ്ങുന്നതാണ് ബെറ്റർ. എന്നാലേ എനിക്ക് ചിന്തിക്കാൻ വയ്യ. നമ്മളിത് ഇങ്ങ് കാടിൻ്റെ ഒരു ഏരിയയിൽ എത്തിയിട്ട് ഇവിടെ നിന്നും ഇങ്ങനെ കുളിക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഒരു രസമുള്ള പരിപാടിയാണ്. മുങ്ങുന്നില്ലെങ്കിലേ ഇതാ ഈ ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട്, അത് വേണമെങ്കിൽ കോരി കുളിക്കാം. നമുക്ക് മുങ്ങാം. മുട്ടപ്പം വെള്ളമൊക്കെ മതി കേട്ടോ നീന്താൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ സ്വിമ്മിംഗ് പൂൾ പരിപാടി നൈസായിട്ടുണ്ട്. അങ്ങനെ ആചാരപൂർവ്വം കുളി കഴിഞ്ഞു, അലക്കം കഴിഞ്ഞു. എത്ര നാളായി ഇങ്ങനെയൊന്ന് ചെറിയ തോടിൽ മുങ്ങി കുളിച്ചിട്ടെന്നറിയാവോ. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ പവറിന് വേണ്ടി ലൈറ്റിന് വേണ്ടിയിട്ട് ഈ സോളാറിൻ്റെ അതിൻ്റെ അകത്ത് ബാറ്ററി ചാർജ് ചെയ്തിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവർ. അന്നേരം ഇപ്പം എന്താണ്ടെങ്കിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിയാണ്. ആക്ച്വലി ഇത് വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് കൂടി ഈ നമ്മുടെ കൂടെ വന്നിട്ടുള്ള രണ്ടാൾക്കാരില്ലായിരുന്നു, അലക്സും അവർ രണ്ടുപേരും കൂടി ഈ പുള്ളിക്കാരൻ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അതല്ലാതെ ഇവരുടേതായിട്ടുള്ള ആ ഫുഡും ഉണ്ട്, അതും വേണമെങ്കിൽ നമുക്ക് കഴിക്കാവേ. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. നഹി നഹി ഹോത്താ ഹേ. യെസ്. ഇപ്പം ഇരുട്ടായി പോയതുകൊണ്ടുണ്ടല്ലോ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഇത് എങ്ങനെയാണ് വീടെന്നുള്ളതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഒക്കെ ഞാൻ നിങ്ങളെ ഉണ്ടല്ലോ മുഴുവനായിട്ട് 1 by 1 ആയിട്ട് കാണിച്ചു തരും. ഇതെന്തായാലും അടുക്കളയാണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയില്ലേ. ഇവിടെ ഇവർ യൂസ് ചെയ്യുന്നത് മരത്തിൻ്റെ തന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ള അടുപ്പാണ്.
നമ്മൾ മുമ്പ് നമ്മളുടെ നാഗാലാൻഡിലും മണിപ്പൂരിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുള്ള പോലത്തെ ഏകദേശം ആ ഒരു ഹൗസിൻ്റെയൊക്കെ രീതികൾ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മേലെയായിട്ട് ഉണങ്ങാനായിട്ട് സാധനങ്ങളും പിന്നെ ഉണക്കാനുള്ള സാധനങ്ങളും ഇതിൻ്റെ മേലെ ഇറങ്ങിയാണ്. ഇപ്പോൾ ഒന്നും കാണാനില്ല. എന്തായാലും ഇതുണ്ടല്ലോ സാഗുവിൻ്റെ ഫ്ലവർ ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. When it's hot, good. Yes. You will see how they make it. The lady will make it. ഓക്കെ, ഇത് നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണ്. Yeah. എന്തൊക്കെ ഏതോ മില്ലറ്റാണ്. ഏതാണ് മില്ലറ്റ് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. ഒക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാവേ. To the village and then to make the flower like this. But here they also make it by manually. ഓക്കെ, നമ്മൾ വരുമ്പോൾ കണ്ട സാഗു ഇല്ലേ, ആ സാഗുവിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന പൊടി, അതുകൊണ്ടാണ് ഇവരിവിടെ റൊട്ടി ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഈ പനയുടെ പൊടിയില്ലേ, ആ ഒരു ടൈപ്പ് സാധനം. അതിനൊരു സ്മെല്ലൊക്കെ ഉണ്ട്. പണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇതൊക്കെ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാത്രം കണ്ട് ഞങ്ങൾ ആ ഒരു മരമില്ല, ആ മരം തന്നെ വെട്ടിയെടുത്തേക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ. നൈസ്. ഇതുകൊണ്ട് ഇനിയിപ്പം റൊട്ടി ഉണ്ടാക്കുവേ. ആ ഉണ്ടാക്കിയ പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടി പിന്നീട് ഇത് കണ്ടങ്ങൾ പനയുടെ പോലെ തന്നെയുള്ളൊരു ഇലയാണ്. ആ ഒരു ഇലയിലേക്ക് ഇവർ ഇട്ടിട്ട് അതിങ്ങനെ ടൈറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് മുഴുവൻ അങ്ങനെ ആ ഒരു ഇലയ്ക്കുള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ അടിയിൽ തീ കൊടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. And then they usually will eat with eggs, meat, chicken, and vegetables. You know yam taro. 2 years. 2 years. ഇതൊക്കെ ഇവിടുത്തെ പിള്ളേരാണ് കേട്ടോ. അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള റിലേഷൻ നമുക്ക് വഴിയെ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ, അതിൽ കളിക്കാൻ പിള്ളേർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇവിടെ ഇവര് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ചല ചയ്യ 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 ചല ചയ്യ ചയ്യ ചയ്യ. നമ്മുടെ പ്രിപ്പയർ ചെയ്ത സാഗു ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. Elastic. ഓക്കെ, ഉൾഭാഗത്തിൽ അങ്ങനെ ഒരു സ്റ്റിക്കി പോലെ ആയിരിക്കും. This is crunchy. ക്രഞ്ചി ഭാഗമായി. ഓക്കെ. Dosa. ലൈക്ക് ദോശ. Crunchy like dosa. ശരിക്കും ഉണ്ടല്ലോ ഇതിന് ചെറിയൊരു പുളി കൂടിയുണ്ട് ഇതിൻ്റെ ഉൾഭാഗം. ഇതിവരിങ്ങനെ ഫെർമെൻ്റ് പോലെ ചെയ്യുന്നല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദോശയുടെ ഒക്കെ ഒരു പുളിയില്ലേ, ആ ഒരു പുളി ഇതിനുണ്ട് കേട്ടോ. ടേസ്റ്റ് അങ്ങനെ പറഞ്ഞു തന്നെ എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ ഇതിൻ്റെ ആ ഒരു പുറത്തൊരു ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ദൂരെ നിന്ന് 2 ആൾക്കാർ ആരൊക്കെയോ നടന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇദ്ദേഹമാണ് ഈ ഒരു ക്ലാനിൻ്റെ ഒക്കെ ഏറ്റവും മുതിർന്ന ആൾ. രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താത്തത്. ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാവേ. ഹലോ ഇത്ത സുധി. നമ്മളിപ്പോൾ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ കാടിൻ്റെ പല പല ഭാഗങ്ങളിലെ കുടിലുകൾ വീടുകളുണ്ട്. അപ്പോൾ അവിടേക്കുള്ള ആളുകൾ നമ്മൾ വന്നു എന്നറിഞ്ഞതുകൊണ്ട് കാണാനൊക്കെ ആയിട്ട് വരും കേട്ടോ. ശരിക്കും ഇവിടെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇതല്ല. ഇവർ പിന്നെ ഇതൊരു കുറച്ച് മോഡേൺ ആയിട്ട് വന്നതാണ്. ശരിക്കും ഇവരുണ്ടല്ലോ മുകളിൽ വസ്ത്രം ധരിക്കില്ല, അങ്ങനെയാണ്.
ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് പേരാണ് കേട്ടോ. ഇവരിവിടെ സംസാരിക്കുന്ന ഭാഷ മെന്തവായ് ഭാഷയാണ്. അത് നമുക്ക് അറിയില്ല. അവരവിടെ നാട്ടുവിശേഷം അല്ല, ഇവിടുത്തെ കാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പോളിനും അതുപോലെ തന്നെ നമ്മുടെ മിത്തിൽഡെയൊക്കെ വീട്ടുകാരികളെ പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ. അപ്പം വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഫുഡൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇന്ന് നടന്ന ആ ഒരു ക്ഷീണമൊക്കെ ഇന്ന് എന്തായാലും മാറും. അപ്പോൾ ഉണ്ടല്ലോ, നടുത്തളത്തിലൊരു പായ പോലെ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് നടുക്ക് ഫുഡെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവരുടെ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ടേസ്റ്റും ചെയ്യാം. അതുകൂടാതെ നമുക്ക് പറ്റിയ ഭക്ഷണങ്ങൾ ഇവരുണ്ടാക്കുന്നുണ്ട്, അതും കഴിക്കാം. കൂടെ ഇവരുടെ കൂടെയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഷെയർ ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത്, അതും ഈ ഒരു കാടിന് നടുക്ക് പ്രത്യേകം നല്ല രസമുള്ള പരിപാടിയാണ്. ഞാനുണ്ടല്ലോ ആ ഒരു സാഗും അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ചാറുണ്ട്. എന്താ ആ സാധനം അതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചെറിയൊരു ചിക്കൻ്റെ പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് ഒരുമിച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നൈസ്. ഭക്ഷണശേഷം ഇവരുടെ ഒരു മെയിൻ പരിപാടി പുകവലിയാണ്. ഇവരുണ്ടല്ലോ ലോക്കലി തന്നെ മേഡ് ചെയ്യുന്ന ഒരുതരം പുകയില ഇവിടെയുണ്ട്. ഉണ്ടല്ലോ നമ്മുടെ വാഴയിലയിൽ പുകയില അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ആണ് ആ ഒരു ചുരുട്ടുണ്ടാക്കിയെടുക്കുന്നത്. സ്പെഷ്യൽ കൈൻഡ് ഓഫ് ചുരുട്ട്. ബനാന ലീഫിൽ ഇങ്ങനെ ചെയ്യുമല്ലേ. അതിന് ശേഷം കണ്ടെങ്കിൽ നൈസ് ചുരുട്ട് വിത്ത് ബനാന ലീഫ്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇന്തോനേഷ്യയിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പുകവലിക്കാരാണ് കേട്ടോ. പക്ഷേങ്കിൽ നമ്മളുടെ ഗൈഡ് ഹേരു വന്നിട്ട് പുകവലി ഒരു 4 വർഷം മുമ്പ് കിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞ് ഇവരുടെ നാട്ടിൽ ശരിക്കും പുകവലിക്കാത്ത ഒരാളായി നിൽക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരിതാണ്. കാരണം എല്ലാവരും വലിക്കുന്നവരായതുകൊണ്ട് തന്നെ എപ്പോഴും അതിൻ്റെ ഒരു പ്രലോഭനം ഉണ്ടാവും. അപ്പം മനക്കെട്ടിയുള്ളവർക്കേ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മളെല്ലാവരും ഭക്ഷണത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങുകയാണ്. എന്തിനാണെന്നറിയാമോ, ഇവിടെ ഈ കോഴികളൊക്കെ ഇല്ലേ, കോഴികളൊക്കെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത്, വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് അതുങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവും. അന്നേരം ഇപ്പം അതുങ്ങളൊന്നും കൂട്ടിൽ നിൽക്കത്തില്ല. അതുങ്ങളെല്ലാം മരത്തിൻ്റെ മേലെയായിരിക്കും താമസിക്കുക. ഓക്കെ, അതിൻ്റെ മേലെ ഉണ്ടാ കാണുന്നുണ്ടോ? അത് കണ്ടോ നിങ്ങൾ? മരത്തിൻ്റെ മേലെ കോഴികളൊക്കെ മരത്തിൻ്റെ മേലെ കയറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂട്ടിലിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. നൈസ്. അല്ലാതെ ഇവർക്കിതാ ഇവിടെ കൂടുമുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് കോഴികളിരിക്കുന്നത്. നൈസ്. ഇനി നമുക്ക് കിടക്കാനുള്ള ബെഡ് ഒരുക്കുകയാണ് കേട്ടോ ഹേരുവും കൂട്ടുകാരെ. അത് നമ്മളുടെ ഈ എയർ ബെഡില്ലേ, അതാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ കൊതുക് വലകൾ ഈ ഒരു നടുത്തളത്തിൽ ഓരോരുത്തർക്കും വേണ്ടി അടിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ബെഡ് വെക്കും, അങ്ങനെ കിടക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കിടന്നുറങ്ങേണ്ടത് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് വേണ്ടി ഒരുക്കിയ ഈ ഒരു കൊതുക് വലയുടെ ഉള്ളിലേക്ക് ഞാനും കയറി. ഫ്രണ്ട്സ്, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം? ഇവിടേക്കുള്ള യാത്രയും കാട്ടിലൂടെയുള്ള ട്രെക്കിങ്ങും ആ ഒരു ചെളിയും അഡ്വഞ്ചറും, അതുകൂടാതെ ഇവിടുത്തെ വീടും ഇവിടുത്തെ ഭക്ഷണമൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതണം. അതുകൂടാതെ ഇനിയിപ്പം നാളെ അതിരാവിലെ എണീറ്റിട്ട് ഇവരുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് പോകണം. ഈ കാട്ടിൽ ഇവരെങ്ങനെയാണ് കഴിയുന്നത്? ഇവർക്ക് ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്, ഹണ്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. മീനൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് പോകണം. കാട്ടിൽ ഇവരുടെ മറ്റ് ജോലികൾ എന്തൊക്കെയാണ് അതൊക്കെ അറിയണം, അതൊക്കെ കാണണം. അപ്പം ആ ഒരു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുകൂടാതെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് മറ്റുള്ളവരിലേക്കൊക്കെ വീഡിയോ യൂട്യൂബ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നാളെ അതിരാവിലെ തന്നെ നമുക്ക് എണീക്കാം, കാഴ്ചകളിലേക്ക് പോകാം. അതുവരേക്കും ബൈ ബൈ, സ്നേഹം മാത്രം.